ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ ജമാഅത്ത് അനുകൂലികളാണെന്ന വാദം ശക്തമാവുകയാണ്. ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് പാകിസ്ഥാന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയുള്ള തീവ്രവാദികൾ അഴിച്ചുവിട്ട അക്രമം ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യയെ ഒരു ബലിയാടായി ഉപയോഗിക്കുകയാണെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ കലാപകാരികൾ ശ്രമിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം രാജ്യത്തെ സാഹചര്യം നിയന്ത്രിക്കുന്നതിൽ യൂനുസ് ഭരണകൂടം പരാജയപ്പെട്ടാൽ ബംഗ്ലാദേശ് സൈന്യം വീണ്ടും ഇടപെടാൻ നിർബന്ധിതരായേക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ നയതന്ത്ര സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് നേരെ തീവ്രവാദികളുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ അതീവ ജാഗ്രതയിലാണെന്ന് ഉന്നതതല വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച തീവ്രവാദികളുടെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പരസ്യമായി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നതിൽ ധാക്ക കലാപകാരികളുടെ കൈകളിലായി എന്നതിനും തെളിവാണ്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇന്ത്യയുടെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദി വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യൻ സ്വതന്ത്ര സ്ഥാപനങ്ങളും ന്യൂനപക്ഷങ്ങളുമാണ് അക്രമികളുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ. ആക്രമണത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ തീവ്രവാദികളുടെ ആൾക്കൂട്ടം കൂട്ടക്കൊല ചെയ്തതും തുടർന്ന് മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ചതും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. അവിടെ ഇന്ത്യ വിരുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതേസമയം ബംഗ്ലാദേശിലെ 2 വിസ അപേക്ഷ കേന്ദ്രങ്ങൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരുന്നു. ഇന്ത്യയുടെ രാജ്കോട്ട്, ഗുൾന എന്നിവിടങ്ങളിലെ വിസ കേന്ദ്രങ്ങളാണ് വ്യാഴാഴ്ച അടച്ചത്. സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് വിസ അപേക്ഷ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. ജീവനക്കാരുടെ സുരക്ഷ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. കഴിഞ്ഞ ദിവസവും ധാക്കയിലെ ഇന്ത്യൻ വിസ കേന്ദ്രം വിദ്വേഷ പ്രസംഗങ്ങളെ തുടർന്ന് അടച്ചിരുന്നു. ബംഗ്ലാദേശിലെ ഇന്ത്യൻ മിഷനുകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്കോട്ട്, ഗുൾന എന്നിവിടങ്ങളിൽ ഇന്ത്യൻ വിസ അപേക്ഷ കേന്ദ്രങ്ങൾ അടച്ചതായി ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെന്റർ തന്നെ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കാൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തവർ പിന്നീട് അവസരം നൽകുമെന്നും അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബംഗ്ലാദേശിലാകെ 16 ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഈ കേന്ദ്രങ്ങൾ പ്രതിവർഷം ഏകദേശം 2.2 ദശലക്ഷം അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിൽ വിസ അപേക്ഷകൾ സ്വീകരിക്കാൻ അംഗീകാരമുള്ള ഏക ഏജൻസി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇത് തുടർച്ചയായി 2ാം ദിവസമാണ് ബംഗ്ലാദേശിലെ ഇന്ത്യൻ വിസ കേന്ദ്രങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ കഴിഞ്ഞ ദിവസം അടച്ചിട്ടത്. ഈ മാസം 17 ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അടച്ചു. ഇന്ത്യക്കെതിരായ വിദ്വേഷപരവും പ്രകോപനപരവുമായ പ്രസംഗങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഈ നടപടി. ഈ വിഷയത്തിൽ ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെന്റർ ഓഫ് പ്രസ്താവന ഇറക്കിയിരുന്നു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ പിന്നീട് നൽകുമെന്നും അറിയിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ഇന്ത്യൻ മിഷനുകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. മുഹമ്മദ് യൂനുസിന്റെ ഭരണത്തിന് കീഴിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.